എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളിൽ ഒരാളാണ്. ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട്. അവൾക്ക് നമുക്കൊരു മന്തി വെച്ച് കൊടുക്കാം. അവൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. 5:30 കോട്ടയത്തെത്തും. അവളെ പോയി പിക്ക് ചെയ്യണം. അതിനു മുമ്പ് മന്തിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ചെയ്തു വെക്കാമെന്ന് ഓർത്തു. മാഗി ക്യൂബ് 2 കുരുമുളക് പൊടിയും പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു ചേർത്തു. മന്തിക്ക് ടേസ്റ്റ് കിട്ടുന്നത് ക്യാപ്സിക്കം ചേർക്കുമ്പോഴാണ്. കടയിലുണ്ടാക്കുന്ന മന്തിക്ക് ക്യാപ്സിക്കം ചേർക്കും ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ക്യാപ്സിക്കം ചേർക്കും. ആവശ്യമായ സാധനങ്ങളെല്ലാം ചേർത്ത് അതിലേക്ക് ശകലം കളറും ആഡ് ചെയ്ത് പിന്നെ മന്തി മസാല മേടിച്ച്, ഈ മസാല ഒരു ശകലം കൂടുതൽ ചേർക്കണം. അതെല്ലാം ചേർത്ത് ഇച്ചിരി സൺഫ്ലവർ ഓയിലും ചേർക്കണം. 1 കപ്പോളം വേണം. എന്നിട്ട് അതെല്ലാം കൈകൊണ്ട് ഞെരടി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ആഡ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എത്ര മണിക്കൂർ വെക്കണോ അത്രയും നല്ലതാണ്, ടേസ്റ്റ് കൂടും. 5:30 കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയത്ത് അവൾ വരുന്നതും കാത്തു നിന്നു. അങ്ങനെ ട്രാൻസ്പോർട്ട് സിറ്റിയിലും ദാണ്ട ഇറങ്ങി വരുന്നു. ജാടയിട്ട് അവൾ എന്നെ കണ്ടില്ല, അടുത്ത് എന്നിട്ടും കണ്ടില്ല. ഞങ്ങൾ ഓരോ കാര്യങ്ങളും എല്ലാം പറഞ്ഞു വന്നു. വീട്ടിൽ വന്നിട്ട് ഞാനും അവളും ചേർന്നാണ് വെച്ചത്. ലുലുവിൽ നിന്ന് വാങ്ങുന്ന 1 കിലോ റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഈ റൈസ്, അതും ചിക്കൻ പാനിലേക്കിട്ട് ആദ്യമേ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ച്. നമ്മളൊഴിച്ച സൺഫ്ലവർ ഓയിൽ ഉള്ളതുകൊണ്ട് ആ ഓയിലിൽ കിടന്നത് വെന്തോളും. റൈസെല്ലാം പാകത്തിനെടുത്ത് വെന്ത ചിക്കൻ്റെ പൊക്കത്തോട്ട് ഇട്ട് അതിലേക്ക് ശകലം യെല്ലോ കളർ ആഡ് ചെയ്തു, ശകലം റെഡ് കളർ ആഡ് ചെയ്തു. മന്തിയുടെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് സ്മോക്കി ഫ്ലേവറാണ്. അതിന് ഒരു പാത്രത്തിൽ ഒരു കഷ്ണം കനൽ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിൻ്റെ പുക വന്നപ്പോഴേ മന്തി വെച്ച പാത്രം അടച്ച്, എന്നിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഈ മന്തി ചൂടാക്കണം. ഞാനിങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ? ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സത്യം പറയാലോ, എനിക്ക് ഈ വോയിസ് ഇഫക്റ്റ് ഇടാൻ അറിയത്തില്ല. ആ കനലെടുത്ത് മാറ്റി അത് പതുക്കെ ഇളക്കി അതിലെ ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ശേഷം തവി കൊണ്ട് ഇളക്കുകയും പിന്നീട് പാത്രം ഇങ്ങനെ കൊട്ടുകയും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ മസാലയെല്ലാം ആ റൈസിൽ നല്ലപോലെ പിടിക്കും. പിന്നെ ഞങ്ങൾ പാത്രമെല്ലാം നിരത്തി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാവർക്കും ഒക്കെ വിളമ്പി കൊടുത്തു. ഞാൻ പിന്നെ മയണൈസും സലാഡും ടൊമാറ്റോ ചട്നിയും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ആദ്യമേ അവൾക്ക് കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് പറഞ്ഞു. അവൾ നേരത്തെ വന്നപ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ടു. ഇവള് മാത്രമല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്, വേറെയും കൂട്ടുകാരികളുണ്ട്. അവരും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, നിൽക്കാറുമുണ്ട്. അബൂസിനും ഇഷ്ടപ്പെട്ടു. ഉമ്മാടി വെച്ചപ്പോൾ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടു, വാപ്പാക്കും ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടാക്കുന്ന മന്തി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇക്കയ്ക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ മന്തിയെല്ലാം കഴിച്ച ശേഷം ഒരു മുട്ടായി കഴിക്കുന്ന റിയാക്ഷൻ വീഡിയോ എടുത്തു. ആ മുട്ടായിയുടെ ചുവ എന്നാന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുളിയും കയ്പും എരിവും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ടേസ്റ്റ്. ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയ്പാണോ പുളിയാണോ എന്നാന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനം എല്ലാം പറഞ്ഞു. പിറ്റേ ദിവസമായപ്പം എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്ന്, അവനും എക്സാം ഉണ്ടായിരുന്നു. ഒരു എക്സാമിനും പോയി. ബൈ.